കുഞ്ഞുമോനെ വാ. എന്താ പച്ച കിടക്കുക എന്ത് വയ്യേ? കാലിനൊക്കെ ഒരു വല്ലായിക. എന്നാ പിന്നെ ഇങ്ങനെ കിടക്കല്ല പച്ച. അപ്പച്ചാ എന്നാ ചൂടുവെള്ളം. അപ്പച്ച നമ്മളെങ്ങനെ കിടന്നാ അങ്ങ് കിടക്കും. ഓടിച്ചാട് കിടന്നാ ഒരു കുഴപ്പമില്ല. അത് ശരിയാ. അപ്പച്ച എൻ്റെ കൂടെ അങ്ങ് ആറ്റിങ്ങില് വാ. അവിടെ നല്ല ഉഗ്രം വൈദ്യനുണ്ട്. നമുക്ക് നല്ല ഒഴിച്ചിലും പിഴിച്ചിലും കഞ്ഞിയൂടിയായിട്ട് അങ്ങ് കൂടാ. ഇപ്പൊ വന്നാൽ ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. പച്ച ആളുണ്ടെങ്കിലേ കാര്യമുള്ളൂ. ആളില്ലെങ്കിൽ ഒരു കാര്യമില്ല. എന്തോന്ന് കുഞ്ചു പറയുന്നേ? ഞാൻ പറഞ്ഞത് ഒരു ലോക സത്യം. പിന്നെ ലോകസത്യം മാത്രം പറയുന്ന ഒരു മഹാൻ. അപ്പച്ച ചൊറിയണണ്ട. പെമ്പിള്ളടുത്ത് വഴക്കുണ്ടായിരിക്കടാ കുഞ്ചു. അതിനിതൊന്നും പെണ്ണല്ലല്ലേ. ഒന്ന് മിണ്ടായിരിക്കടാ കുഞ്ചു. അങ്ങനെ മിണ്ടാണ്ടിരുന്ന കുഞ്ചു കുഞ്ചു അല്ലാണ്ടാവില്ലേ? എപ്പോഴും ഫുൾ എനർജിയോടെ നടക്കുന്ന ആളാണ് യഥാർത്ഥ കുഞ്ചു. ചുമ്മാ പൊക്കാതെ. എടാ കുഞ്ചു, അപ്പച്ചൻ പറയുന്ന ഒന്ന് കേക്ക്. അപ്പച്ച എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എടാ കളിയും ചിരിയൊക്കെ നല്ലത് തന്നെ. ജീവിക്കാനുള്ള വഴി കണ്ടെത്തണം. ജീവിതം ഒരു തമാശയാക്കി എടുക്കരുത്. അത് കറക്റ്റാ. തീരെ പൊട്ടന്മാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റൂല. അപ്പച്ചൻ പറഞ്ഞ എല്ലാം കറക്റ്റാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് കണ്ടാലും തമാശയായിട്ട് കണ്ടാലും സംഭവിക്കാനുള്ള എല്ലാം സംഭവിക്കും. എല്ലാം ചിരിയോടെ നേരിട്ടാൽ കുറേയൊക്കെ പിടിച്ചേക്കാം. ഇപ്പം അപ്പച്ചൻ്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം. അപ്പച്ചൻ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള മനുഷ്യനല്ലേ. പക്ഷേ അപ്പച്ചൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമ്മുടെ കൂടെ ഉള്ള ദിവസങ്ങളല്ലേ. അത് ശരിയാണ് കുഞ്ഞപ്പ. 5-6 ദിവസം മതി മറന്ന് ജീവിച്ച് ഇപ്പൊ എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലുണ്ട്. അപ്പൊ കുഞ്ചു ഇങ്ങനെ കളിതമാശയോടെ ജീവിക്കുന്നതല്ലേ നല്ലത്. അതാണ് നല്ലത്. അതാണ്. അപ്പാടെ മൊബൈല് കാണുന്നില്ലടാ. എന്താ അടിച്ചിരിക്കുന്നത്? നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പാടെ മൊബൈൽ നീ എടുക്കല്ലോ. എന്തിനാ എടുത്തത്? ഫോണിങ് അടി സാറാ. നീ അടി വാങ്ങിക്കും. എന്റെ അടി വേണ എനിക്ക് സാറാ. മനുഷ്യ നിങ്ങൾ എന്റെ തല തല്ലി പൊളിച്ചല്ലോ. നിന്റെ മോൾ എന്റെ മൊബൈലും കൊണ്ട് ഓടിയടി. ആരെ? നിന്റെ മോള് സാറാ. ആ ഗുണ്ടുപണിയാണല്ലോ. അവൾ എന്തൊരു ഓട്ടോ ഓടി. ഞാനും ചെറുപ്പത്തിലെ കൊണ്ടുപണിയായിരുന്നേ. അല്ല അപ്പൊ പിന്നെ ഇപ്പൊ ഗുണ്ടുപണിയല്ലേ നീ? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഓട്ട മത്സരം എല്ലാത്തിനും എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് വടംവലി മത്സരത്തിന് ഞാനായിരുന്നു ടീം ക്യാപ്റ്റൻ. അതിന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അല്ല വടംവലി മത്സരത്തിൽ നിങ്ങളുടെ ടീമിന് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടും. എടി വടത്തിന്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, അതുപോലെ തെങ്ങും കുറ്റി കെട്ടിയിട്ട് മറ്റേ ടീം വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കാനാടി? നിങ്ങൾ ആവശ്യമില്ലാത്ത പറയല്ലേ. അതുപോലെ ഞാനൊരിക്കൽ കോളേജിൽ ഓട്ട മത്സരത്തിന് സംഘടിത്തപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കാല് തെറ്റി ഞാനൊന്ന് വീണ് എൻ്റെ ചിരട്ടയൊന്ന് തെന്നി. അതിനുശേഷം എൻ്റെ ഓട്ടവും നിന്നു. അന്ന് നീ ഓടിയപ്പോഴത്തേക്ക് ആ മുട്ട് തെറ്റിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഓടി നീ ആ ഓട്ടോ ഓടി എങ്ങോട്ടെങ്കിലും അങ്ങ് പോയേനെ. ഇതിപ്പം നീ നേരെ ഓടി എൻ്റെ നെഞ്ചത്തോട്ട് കയറി. അന്ന് തുടങ്ങിയ ഓട്ടോ ഞാൻ ഇതുവരെ നിർത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് സ്പോർട്സിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നല്ലേ? എനിക്ക് ഓട്ടത്തിലും ചാട്ടത്തിലൊന്നും അല്ലായിരുന്നു താല്പര്യം. എടി എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ പഠിത്തത്തിലായിരുന്നു. അതുകൊണ്ടല്ലേ എടി ഞാൻ ക്ലാസ്സിലെ പുറകിലത്തെ ബെഞ്ചിലാണ് ഇരുന്നതെങ്കിലും പഠിച്ച് ഇന്നൊരു നിലവരെ എത്തിയത്. പിന്നെ സ്പോർട്സിനെ കുറിച്ച് നീ ചോദിച്ചില്ലേ? നിനക്ക് ആലപ്പുഴ രചന ക്ലബ് അറിയാവാ? നീ കേട്ടിട്ടില്ല? എന്നാ അങ്ങനെ ഒരു ക്ലബ്ബുണ്ട്. അവിടെ എന്ത് മത്സരം നടത്തിയാലും ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. അതെ, അടുപ്പത്ത് എന്തോ കരിഞ്ഞു മണക്ക്. ഞാനവിടെ എന്ത് വെച്ചിട്ടാ? നീ ഇവിടെ ഇരി. വേറെ ഒരു കാര്യങ്ങളുണ്ട്. എന്തോന്ന്? ആലപ്പുഴ രചന ക്ലബ്ബിൽ എന്ന് പാട്ട് മത്സരം നടത്തിയാലും ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. നിനക്ക് അറിയാവാ? ഞാൻ രാവിലെ പുട്ടായിരുന്നല്ലേ ഉണ്ടാക്കി തന്നത്. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? നിങ്ങളുടെ തള്ളലി കേട്ടോണ്ട് ശരി, വെറുതെ ഒന്ന് തള്ളി നോക്കിയാലോ, നമുക്ക് മനസ്സിലായി. എടി സിമി, ആ കറിയൊന്നും എടുത്തോണ്ട് വാടി. വരുന്ന ചപ്പാത്തി തീർന്നാലും അമ്മ കൊണ്ടുവരത്തില്ല. എടി സിമി, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെ നാട്ടുകാര് കേൾക്കും. ഓ നാട്ടുകാർക്ക് ഇത് പുതുമയൊന്നും അല്ലല്ലോ. എന്നും ഇത് തന്നെയല്ലേ കേൾക്കുന്നത്.
ഇന്നത്തെ കറിയേ ഒരു സ്പെഷ്യലാണേ. നീ എന്ന് ഇത് തന്നെയാണല്ലോ പറയുന്നത്. അമ്മയുടെ കറി എപ്പോഴും സെയിം ടേസ്റ്റ് ആണ്. മര്യാദയ്ക്ക് കഴിക്കു വെച്ചേ, കുറച്ച് നാക്ക് കൂടുന്നുണ്ട് കേട്ടാ. അവൾക്ക് വിവരം വെച്ച് തുടങ്ങി. കഴിക്കും. ലെഗ് പീസ് അവക്ക് കൊടുത്തോടി, അല്ലെങ്കിൽ ഇനി അവള് കിടന്നിട്ട് കരയും. പ്ലേറ്റിംഗ് കൊണ്ടോടി, കറി തരാം. അവള് പറഞ്ഞതിനും കാര്യമുണ്ട് കേട്ടാടി. എന്ത്? നിന്റെ എല്ലാ കറിക്കും ഒരേ ടേസ്റ്റാ. ഇതാണ് അമ്മ കുക്കി. കൊച്ചേ, ഇനി കേക്ക് ഉണ്ടാക്കുമ്പോ വാ കേട്ടാ, ഞാൻ അന്നേരം തരാം. ഒരു കഷ്ണം പോലും ഞാൻ നിനക്ക് തരത്തില്ല. എടി ഇനി നീ കേക്ക് ഉണ്ടാക്കലേടി, നീ വേറെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോടി. നിങ്ങൾ ആദ്യം ഈ കറി കഴിച്ചു നോക്ക്, എന്നിട്ട് കുറ്റം പറ. ഇത് എന്തോന്നൊരു കട്ടിയാടി ഇതിന്. എനിക്കൊന്ന് ഉറക്കം നിന്ന കോഴിയാണെന്ന് തോന്നുന്നു. സാധാരണ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതേ നാടൻ സ്റ്റൈലാ. ഇന്നത്തെ ഞാൻ സ്പെഷ്യൽ സാധനം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി കഴിക്കണ്ട. എന്തൊരു എരിവാടി സിമി കറിക്ക്. നല്ല ഷാപ്പ് കറി കണക്കുണ്ട് ഇത് കഴിച്ചിട്ട്. എന്തൊരു കട്ടിയൊക്കെ ഇതിന്. ഇതൊന്ന് കഴിച്ചു നോക്കിയൊന്നു. ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പൊ ശരിയാ, എരിവുണ്ട്. കുറച്ച് എരിവും പുളിയൊക്കെ കഴിക്കണം. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ എന്തോരം എരിവും പുളിയും കഴിക്കുമായിരുന്നെന്നറിയാവോ? അത് ഇപ്പോഴും എന്റെ അമ്മച്ചി പറയും. ചുമ്മാ അല്ല നിന്റെ അമ്മച്ചി പറയുന്നത്. ഇപ്പോഴും നിനക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ലെന്ന്. എന്റെ അമ്മച്ചി അങ്ങനെയൊന്നും പറയത്തില്ല. എന്റെ അമ്മച്ചി എപ്പോഴും പറയുന്നത് എന്റെ അമ്മയുടെ കൈപ്പുണ്യം മുഴുവൻ എനിക്കാ കിട്ടിയിരിക്കുന്നതാണല്ലോ. അത് നിന്റെ അമ്മച്ചിക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാമടി. നീ എടുത്ത് കഴിക്ക്. സാറേ എടുത്ത് കഴിച്ചേ. അയ്യോ എന്തൊരു ഒരുപാട് ഇത് എന്ത് പണി ഇത്. അയ്യോ എന്ത് പണി ഇത്. സാറച്ച വെള്ളം. അയ്യോ അയ്യോ മറ്റേ കണ്ടുപോയി. അയ്യോ അയ്യോ വേണ്ട വേണ്ട എന്റെ മറ്റേ എന്റെ കണ്ണ് നീന്തടി. അയ്യോ എന്തൊരു അപ്പഴാ ഓ നമ്മുടെ ജീവിതത്തിൽ ആരെയൊക്കെ പരിചയപ്പെടണം അല്ലേണ. ഞാൻ ആറ്റിങ്ങിൽ ജനിച്ച് അവിടെ നിന്ന് ജോലി അന്വേഷിച്ച് ഗൾഫിൽ വന്ന് അവിടെ അലഞ്ഞിരിഞ്ഞ് നടന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെട്ട് ഇപ്പൊ ഇവിടെ വന്ന് അപ്പൊ തന്നെ പരിചയപ്പെട്ട് അല്ലേ? നിങ്ങളൊന്നും ആലോചിക്കില്ലാണ്. പിന്നെ ആലോചിക്കാ, നിന്നെ പോലെ പറഞ്ഞിട്ട് നടക്കൂലെന്നേ ഉള്ളൂ. എല്ലാം ആലോചിക്കാനടേ. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സംഭവം കളിച്ചും ചിരിച്ചൊക്കെ അങ്ങ് പോവുക തന്നെ. നിനക്കിപ്പോ സംഭവം 19 വയസ്സായില്ലേ? ഡേ ഒരു പെണ്ണൊക്കെ കെട്ട്. ഞാനത് പറഞ്ഞ ഉപദേശിക്കണല്ല. ഞാൻ 27 വയസ്സായപ്പോ ചിന്തിച്ച് 30 കെട്ടാന്ന്. അത് 30ആയി, 31ആയി, 32ആയി, ഇപ്പൊ 34 വയസ്സായി. 34 വയസ്സായി. 34 വയസ്സ് എന്താടാ പാസ്പോർട്ടിലുണ്ടോ 40 വയസ്സ് കഴിഞ്ഞു. അതിന്റെ അപ്പന് അതല്ല, 34 വയസ്സായി. അതുകൊണ്ട് ചെയ്യണമെങ്കിൽ നേരത്തെ കാലത്തെ ചെയ്യണം. അന്നാ പെണ്ണൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂല. ഇവിടെ മഴയൊക്കെ വരുന്നുണ്ടേ. അണ്ണാ സീരിയസ് ആയിട്ട് പറഞ്ഞ പെണ്ണെ എന്തോ ആരെണ്ണ നിനക്കാരും പെണ്ണ് തരണ? നിനക്ക് പെട്ടെന്നൊന്നും ആരും പെണ്ണ് തരില്ല. ഡേ എന്റെ ബന്ധത്തില് 1-2 പിള്ളേരുണ്ട് മാവട്ട. എന്താ കറുപ്പ വെളുപ്പൊന്നും പ്രശ്നമൊന്നുമല്ല. സ്നേഹിച്ചാണ്. ആരെ? എടേ എനിക്ക് പേടിയാണെന്നറിയാം. നിന്റെ പിരിവെട്ട് വേലകൾ കാണിക്കും. ഒന്നുമില്ല. അവസാനം ഈ കല്യാണം നടത്തുന്നത് എന്റെ വീടുകാരന്മാരടിക്കും. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പെണ്ണ് കെട്ടിയേ പറ്റുള്ളല്ലേ പെട്ടെന്ന്. അപ്പൊ ഉള്ളിൽ അത് കൊണ്ട് കിടക്കന്നെ. അതുകൊണ്ട് ഞാൻ വേറെ കേസ് വൈകിട്ട് നിനക്ക് നമ്മളെ മഞ്ജു ഇല്ലേ? ഏത് മഞ്ജു? ഡാൻസർ മഞ്ജു. ഡാൻസർ മഞ്ജു ഇരുന്ന് ആലോചിച്ചാലേ. മംഗോളിയാ എന്തിനാ പെണ്ണില്ലേ? അല്ലടാ, ചെറിയ ഒരു കൊണ്ടെന്നേ ഉള്ളൂ. സംഭവം ഒക്കെയാണ്. നോക്കിയാല ഇപ്പൊ എന്തായാലും കാര്യം അറിയാമോ? ഷൈനി വേറെ സ്ഥലത്ത് ഏകദേശം ബുക്കഡായി. മാരകാസ് വിട്ടേ അറിയാല്ലേ. പിന്നെ ഇതെന്ന് പറയുമ്പോ നോക്കിയ നിനക്ക് പെണ്ണില്ലടേ. താടി ഉണ്ടാക്കി വെച്ചു. നേരെ വേടാ താടി, നേരെ വേടാ. ആൾക്കാര് കണ്ട
ഇതിനെന്ത് കുഴപ്പമെന്ത്? ഇതിന് കുഴപ്പമെന്ത്? ഒരു കാര്യം ചെയ്യ്. ഞാൻ ഇങ്ങനെ തന്നെ നടക്കും. നിങ്ങൾക്ക് എന്ത് വല്ല കുഴപ്പമുണ്ടാ? നീ എന്റെ നടക്കണ്ട പോ. അതെന്ത്? നീ എവിടെന്ന് ആര് കളഞ്ഞോ പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടത്തരം കാണിക്കാ വാടാ. അന്ന് മുടിയും താടിയും വളർത്തിയ പെണ്ണ് കിട്ടൂലേ? മുടിയും താടിയും വളർത്തിയ പെണ്ണ് കിട്ടൂലേ? കിട്ടും. ഈ കണക്കിന് പോയാൽ കിട്ടും. കറക്റ്റാ കിട്ടും. നിങ്ങളുടെ ബന്ധത്തിൽ നിന്നുള്ള പെണ്ണ് എനിക്ക് വേണ്ട. ഞാൻ ഒരു അല്ല, കാര്യം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ബന്ധത്തിലുള്ള പെണ്ണ് എനിക്ക് വേണ്ട. ഞാൻ ഒരു കാര്യം ചെയ്തു. സത്യം പറയണം കുഞ്ചപ്പ, എന്റെ മുഖത്ത് നോക്ക്. എങ്ങോട്ട് നോക്ക്. നിന്നെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടോടാ വയ്യാതായതിന്? എന്തിന്? വയ്യാതായതിന് ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടോ കൊച്ചിനെ എപ്പോഴെങ്കിലും? ഓരോരുത്തരും കൊണ്ടുപോയിട്ടൊന്നുമില്ല. നിന്നെ കണ്ടറിയാം എപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. കൊണ്ടുപോയി കാണും. ഉണ്ട്. അങ്ങോട്ടോട് ഓടിയാ വലിച്ച് പുഴുതു വരും. അയ്യാത്ത കക്ഷിയാണ്. സഹായിക്കാനാണെ ആരുമില്ല. ഉള്ളൊരുത്താണെ അങ്ങ് നാട്ടിൽ പോയി കിടക്കുക. എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. അവളുറങ്ങി. ഈ അടുക്കളയിലെ ജോലിയൊക്കെ തിന്നുമ്പോ ഒരു സമയമാവും. എന്താണ് അടുത്ത സെർവന്റ് വെക്കാനുള്ള സമയമായാ? ഓ, സെർവന്റ് ഒന്നും വേണ്ട. ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് നല്ലത്. അല്ലെങ്കിൽ നിനക്ക് സെർവന്റ് വാഴത്തില്ലടി. ആര് പറഞ്ഞു എനിക്ക് സെർവന്റ് വാഴത്തില്ലെന്ന്? നിങ്ങൾക്കറിയാവോ? 10 സെർവന്റ് ഉള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അകമ്പണിക്കും പുറംപണിക്കുമായിട്ട് 10 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടില്. എടി എന്തു പറഞ്ഞാൽ നിനക്കൊരു മറുകഥ ഉണ്ടല്ലോ എടി. ഓ, അത് നിങ്ങൾക്കും ഉണ്ടല്ലോ. എടി ഈ പ്രവാസി എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നാട്ടിലെ കഥ പറയും, നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഗൾഫിലെ കഥ പറയും. അതാണ് പ്രവാസി. ആ ഷാനു, ഇനി നമ്മുടെയൊക്കെ ജീവിതം ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ഷാനു, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? എന്ത് പറയണമെന്ന് ആലോചിക്കുമായിരുന്നു. ഒന്നും തീർത്തു പറയാൻ പറ്റത്തില്ലല്ലോ. ആ, ഇവിടെ നിൽക്കുമ്പോൾ നാട്ടിൽ കുറച്ച് നാൾ പോയി നിൽക്കണമെന്ന് തോന്നും. നാട്ടിൽ നിൽക്കുമ്പം ഇവിടെ നിൽക്കണമെന്ന് തോന്നും. അങ്ങ് ഇങ്ങുമായിട്ട് ഇങ്ങനെ ജീവിതം അങ്ങ് ജീവിച്ച് തീർക്കാം അല്ലേ? അങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാൻ പറ്റുവാ? നമുക്ക് വലിയ ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും തീർക്കാൻ. എന്ത് സ്വപ്നം? കർത്താവിന്റെ സഹായം കൊണ്ട് കുറേ നേട്ടങ്ങളുണ്ടായി. ഇനി ഇതൊക്കെ അങ്ങ് പരിപാലിച്ചു പോകണം, അത്ര തന്നെ. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ വേണ്ടേ? എന്നാലല്ലേ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവത്തുള്ളടി. പിന്നെ എല്ലാം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ അതിനു വേണ്ടി വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, അല്ലേ? അല്ലേ? ഓ, ഒരു ചെറുപ്പക്കാരൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ല. നീ ഒരു കാര്യം ചെയ്ത് നീ ഇപ്പുറത്തോട്ടോ, നമുക്കതിന് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം. നിങ്ങളിവിടെ കിടന്ന് ഉറങ്ങും മനുഷ്യ. എടി വാടിയൊന്നും അവിടെ മാറി കിടന്ന് ഉറങ്ങിക്കാ നിങ്ങള്. എടി വാടിയൊന്നും ഇങ്ങോട്ട്. നിങ്ങളൊന്നും മിണ്ടായിരിക്കും. എനിക്ക് നാളെ സ്കൂളിൽ പോകണ്ടിയാ. എന്നാലും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ വേണ്ടേ? എന്നാലല്ലേ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവത്തുള്ളടി. പിന്നെ എല്ലാം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ അതിനു വേണ്ടി വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, അല്ലേ? അല്ലേ? ഓ, ഒരു ചെറുപ്പക്കാരൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരുന്നില്ല. നീ ഒരു കാര്യം ചെയ്ത് നീ ഇപ്പുറത്തോട്ടോ, നമുക്കതിന് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം. നിങ്ങളിവിടെ കിടന്ന് ഉറങ്ങും മനുഷ്യ. എടി വാടിയൊന്നും.
അവിടെ മാറിക്കിടന്ന് ഉറങ്ങിക്കാൻ നിങ്ങൾ. എടി പാടിയോ ഇങ്ങോട്ട്. നിങ്ങളൊന്നും മിണ്ടായിരിക്കും, എനിക്ക് നാളെ സ്കൂളിൽ പോകണ്ടിയാ. നീ അടുത്ത് മിണ്ടണ്ട. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ നാളെ പോയാൽ മതിയെന്ന്. പോകാതിരിക്കാൻ പറ്റില്ല അപ്പച്ച. അപ്പച്ചാ ഇനി നമ്മൾ നാട്ടിൽ വരുമ്പോ ഉറപ്പായിട്ടും അപ്പച്ചനെ കണ്ടു. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കണേ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ ആരും എന്നെ വിളിച്ചില്ല. നമ്മളെ വിളിച്ചില്ലെങ്കിൽ 100 വിളിക്കണുണ്ടല്ലോ. ചെല്ല് പോയിട്ട് വാ. അത് നമ്മൾ പറഞ്ഞോണ്ടോ? ശേ അങ്ങനെയല്ല. കുട്ടാ പ്രദീപേ പോയിട്ട് വരട്ടാ. പ്രതീക്ഷ പോയിട്ട് വരട്ടാ. ഇപ്പൊ എന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? ഇനി വരുമ്പോ ആള് മാറൂലല്ലോ. ആള് മാറാതിരിക്കാൻ നീ വേണം ശ്രദ്ധിക്കാൻ. വീട്ടിൽ വരുമ്പോ പാത്തും പതുങ്ങി വരലടാ മോനെ. ഇവൻ നിങ്ങളെ കൊണ്ടാക്കുമായിരുന്നല്ലോ. വേണ്ട, നമ്മള് വല്ല ഓട്ടോയിലും പിടിച്ച് വയ്ക്കോളാം. മോനേടാ, ജീവിതത്തില് കത്തിയോ കഠാരയോ കൈകൊണ്ട് എടുക്കരുത്. ചിലപ്പോ മുറിയും. എടുത്തതോ നിനക്കൊരു ചെറിയ കുത്തു കൊടുത്തോടായിരുന്നോ? ചുമ്മാതല്ല അവര് നിന്നെ കളിയാക്കുന്നത്. നിന്റെ നാക്കേ മോശോ. എടാ കുഞ്ഞപ്പാ, സമയം പോണോ, പോവാ. പോട്ടെ അപ്പച്ചാ. കുഞ്ചു പപ്പ രണ്ടുപേരും അങ്ങ് ചെന്ന ഉടനെ എന്നെ വിളിക്കണേ. ഉറപ്പായിട്ട് അപ്പച്ചാ. അടുത്ത വരവിന് നമ്മള് ഒരു ടൂർ പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനങ്ങ് ഗൾഫിലോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ ഷാനു സാറോട് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും ശരിയോ. ഏയ് നിനക്ക് ഇവിടെ നിന്നാ പോരെ, നീ നമ്മളെ പറയാൻ വെച്ച് പിടിക്കണല്ല. പോട്ടെ മായ, മായ പോട്ടെ. ഒന്ന് ചിരിച്ചൂടെ? അപ്പച്ചാ കുഞ്ചപ്പാ എല്ലാം കൊണ്ട് വിഷമം. കുഞ്ചപ്പാ പോയിട്ട് വണ്ടി പോകുന്ന സമയമായി.